റോസ് വളർത്തുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മളിവിടെ ഫംഗിസൈഡായിട്ട് കൊടുക്കുന്ന ഇൻഡോഫിലം 45 എന്ന് പറഞ്ഞാൽ ഒരു ഫംഗിസൈഡാണ്. അത് നമ്മൾ കൊടുക്കുന്ന 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 ടേബിൾ സ്പൂൺ ഇട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കിയതിന് ശേഷം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇൻസെക്റ്റിനെ ഓടിക്കാനായിട്ട് നമ്മൾ ഇൻസെക്ടിസൈഡ് ലൈറ്റായിട്ട് ഒരു 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ നഴ്സറിയിൽ പവലിയനിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന കുറേ ചെടികളും അതേപോലെ തന്നെ നമ്മളിവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ മാവ്, പ്ലാവ്, അതേപോലെ തന്നെ വാഴ മുതൽ കുറേ ഐറ്റങ്ങളുണ്ട്. കുറേ നമ്മളിവിടെ സാധാരണ ഒരു വീട്ടിൽ വെക്കാൻ പറ്റുന്ന പലതരം പഴവർഗ്ഗ തൈകൾ, അതേപോലെ തന്നെ റോസ്, പേര എന്ന് വെച്ചാൽ 2-3 വെറൈറ്റി പേര, അതേപോലെ കുറേ സാധനങ്ങളുണ്ട്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗലോലിക്ക, ശീമനെല്ലിക്ക, പുളിഞ്ചിക്ക മുതൽ പല ഐറ്റങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ പിന്നെ പൂക്കൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ചെടികളെ ഇഷ്ടപ്പെടുന്ന, പഴങ്ങളെ ഇഷ്ടപ്പെടുന്ന, പഴച്ചെടികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അന്നേരം അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ഏരിയ, അതായത് 10,000 സ്ക്വയർ ഫീറ്റിനകത്താണ് ഈ പ്ലാന്റ്, ഈ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് കുറേ പ്ലാന്റുകളുണ്ട്. കുറേ അതേപോലെ ഓർക്കിഡ് ഫെൻലോസിസ് ഓർക്കിഡ്, പിന്നെ ഡെൻഡ്രോബിയം കുറച്ചേ ഉള്ളൂ. ഇപ്പം ഏകദേശമൊക്കെ എന്താ പറയുക, ഒരു 10-15 ദിവസം കൂടെയൊക്കെ നമ്മൾ ഈ നഴ്സറി ഇവിടെ കാണത്തുള്ളൂ. പിന്നെ നമ്മൾ 2 നഴ്സറിയിലോട്ടങ്ങ് ഇത് ഷിഫ്റ്റ് ചെയ്തങ്ങ് മാറ്റും. അന്നേരം ഇനി ഒരു വലിയ ലോഡും കൂടെ ഒക്കെ 1-2-3 ലോഡും കൂടെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അന്നേരം ലോഡൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ പ്ലാന്റുകൾ കാണാനും വാങ്ങാനും, അതേപോലെ തന്നെ നമ്മളിവിടെ നടക്കുന്ന വിശേഷങ്ങളെല്ലാം നമ്മൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പേർക്ക് നമ്മളിവിടെ വന്ന് പോയി കണ്ടു അല്ലേ, ഒരുപാട് പേര് വന്ന് കണ്ടു. അന്നേരം എല്ലാവർക്കും കുറേയൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. കുറേയൊക്കെ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഇതിനകത്ത് കമൻറ്റിൽ നിങ്ങൾക്ക് തന്നെ വായിച്ചറിയാൻ പറ്റുമല്ലോ. അന്നേരം ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വരും ദിവസങ്ങളിൽ കാണാം. അന്നേരം എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇതേപോലെ തന്നെ നമ്മൾ ചട്ടിയിൽ നിന്ന് കായ്ക്കുന്ന കുറ്റിക്കുരുമുളകാണ്. അതിൻ്റെ ഒരു ടിപ്പാണെന്ന് പറഞ്ഞു തരുന്നത്. കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ പ്ലാന്റ് വളരാൻ നല്ലതാണ്. അതേപോലെ തന്നെ അമ്പഴമാണ് ഇരിക്കുന്നത്. ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ കാണത്തുള്ളൂ. മധുര അമ്പഴം, അതേപോലെ തന്നെ ഇലിമ്പിക്ക, ശീമനെല്ലിക്ക, അതേപോലെ തന്നെ രക്തചന്ദനം, അതേപോലെ തന്നെ ഇലിമ്പിയുടെ നല്ല തൈയാണ്. അതേപോലെ തന്നെ കണിക്കൊന്ന തൈ, പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ, അതേപോലെ റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, നീലയമരി മുടിക്ക് കളർ കിട്ടാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന നീലയമരി, സ്ട്രോബെറിയുടെ കുറച്ച് തൈ ഇപ്പം വന്ന പ്ലാൻ ഇതിനകത്തുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേപ്പിൻ്റെ തൈ ഒരുപാട് തിരക്കുന്നതാണ് വേപ്പിൻ്റെ തൈ. അതേപോലെ തന്നെ പേര, പലതരം പേര, വയലറ്റ് പേര, അതേപോലെ തന്നെ ലക്നോ 47 പേര, ചുമന്ന പേര, കിലോ പേര, അങ്ങനെ ഒരുപാട് വെറൈറ്റി പേര. അതേപോലെ വള്ളി കുരുമുളക്, തുളസി, മധുര തുളസി കുറച്ചുണ്ട്. അതേപോലെ തന്നെ അടയ്ക്ക, അതേപോലെ അരൂത, ഇത് ശതാപ്പ് എന്നറിയപ്പെടുന്ന നമ്മളെ പഴയ അരൂത ഔഷധ സസ്യമായിട്ട് യൂസ് ചെയ്യുന്ന കൊച്ചു പിള്ളേർക്കൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ സർവ്വസുഗന്ധിയുടെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ ലൗലോലിക്ക, അതേപോലെ തന്നെ പിന്നെ മാവിനങ്ങൾ, നമ്മൾ കർപ്പൂര മാങ്ങ, കുളമ്പി മാങ്ങ, വലിയ കുളമ്പി മാങ്ങ, റൊമാനിയ മാവ്, അങ്ങനെയുള്ള കുറേ വെറൈറ്റി, മല്ലിക മാവ്, കോട്ടുകോണ, ചെങ്കവരിക്ക, അത് കുറച്ചേ ഉള്ളൂ. അതേപോലെ തന്നെ കലപ്പാടി മാവ്, അങ്ങനെ കുറച്ച് വെറൈറ്റി മാവുകൾ. അതേപോലെ തന്നെ റൊളീനിയ, അതാണ്ടായിരിക്കുന്നത് വേരിഗേറ്റഡ് പേര, അതേപോലെ തന്നെ പല വെറൈറ്റി പ്ലാവുകൾ, വിവിധതരം പ്ലാവുകൾ, അതെല്ലാം കുറേ ഐറ്റംസ് ഉണ്ട്. ശനി ഞായറൊക്കെ നല്ല തിരക്കായിരിക്കുന്നത്. ഇതേപോലെ തന്നെ നല്ല ക്രൗഡായിട്ട് തന്നെ വൈകുന്നേരം നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നിൽക്കുന്ന കുറേ ആളുകൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ റോസിൻ്റെ ഏരിയയിൽ നിന്ന് അതിൻ്റെ ഇത്രത്തോളം ആളുകളാണ് വന്ന് ആവശ്യമുള്ള പ്ലാന്റുകൾ നല്ല സെലക്ട് ചെയ്യുന്നത്. അതൊരു ഉത്സവ പ്രതീതിയാണ്. കാണുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വന്ന് നല്ലപോലെ സെലക്ട് ചെയ്തൊക്കെ പ്ലാന്റ് എടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ ബുഷ് പെപ്പർ, അതേപോലെ തന്നെ ഇപ്പം രാത്രി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ്. അതിനകത്ത് നമ്മൾ മോൺസ്റ്റർ, അഡൻസോണി, ഡെലിസിയോസ, അതേപോലെ തന്നെ കുറച്ച് ചെറിയൊരു ഡിസ്പ്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, വരുന്നവർക്കൊക്കെ ഒന്ന് കാണാനായിട്ടൊക്കെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഇതൊക്കെ ഈ പുല്ലൊക്കെ വളർന്നവരെ പ്രത്യേക ശ്രദ്ധിക്കുക. അതിന് നമ്മൾ ഫംഗിസൈഡ് കൊടുക്കണം. അത് മാസത്തിൽ ഒരിക്കൽ ഫംഗിസൈഡ് കൊടുക്കുന്ന ഇൻഡോഫിലം 45 തന്നെ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ഇട്ട് വേണം ഒഴിക്കാൻ. ഹൈ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് നമ്മൾ പവലിയനിലാണ്. അതാണ്ട് ഇപ്പം നമ്മളിവിടെ കുറച്ച് ദിവസം കൂടെ നീട്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എക്സിബിഷൻ. അന്നേരം അവിടത്തേക്ക് ഇപ്പം കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ലോഡ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. അന്നേരം കൊണ്ടുവന്ന കുറേ പ്ലാന്റുകളിലൊക്കെ ഇപ്പോൾ സെയിൽ ചെയ്ത് ഇപ്പം നിങ്ങൾ വരുമ്പോഴത്തേക്ക് ചിലപ്പം പലരും പറയുന്നൊരു കാര്യമാണ്, ഇന്ന വെറൈറ്റി കിട്ടിയില്ലല്ലോ. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇതേപോലെ ആൾ കയറി നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്താണ് നിങ്ങൾ ഇനി വരുന്ന പ്ലാന്റുകളാണ് നിങ്ങൾ എടുക്കുന്നത്. അന്നേരം കണ്ടില്ലേ, ഇപ്പം തന്നെ ബാക്കിൽ ആളുകൾ നുള്ളിപ്പറക്കി പ്ലാന്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പ്ലാന്റ് എടുക്കുന്നതിൻ്റെ പക്ഷേ നല്ല നല്ല വെറൈറ്റികൾ ആദ്യമേ ഉള്ളവർ നുള്ളിപ്പറക്കി എടുക്കും. അന്നേരം അതുകൊണ്ടാണ് അതൊന്ന് ശ്രദ്ധിക്കുക.
പിന്നീട് അടുത്ത ലോഡൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അന്നേരം തന്നെ വന്നു കഴിഞ്ഞാൽ പുതിയ വെറൈറ്റികൾ കളക്ട് ചെയ്യാൻ പറ്റും. 3 വർഷം കൊറോണയൊക്കെ ആയിട്ട് ആകെ ഒരുപാട് ജീവിതങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ചുറ്റുപാടും ഉണ്ട്. അന്നേരം ഒരുപാട് പേർക്ക് മഴയും അതേപോലെ തന്നെ ഓക്കിയും അതേപോലെ തന്നെ ഒരുപാട് പേരുടെ ജീവിത മാർഗ്ഗമാണ് ഈ എക്സിബിഷൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വീണ്ടും ആ ഒരു എക്സിബിഷനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ആളുകളുടെ മുഖത്ത് ആ സന്തോഷമുണ്ട്. അരി മേടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതല്ലേ. അതുപോലെ തന്നെ റോസിൻ്റെ പ്രൂണിങ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഒരുപാട് പേര് വീണ്ടും ചോദിക്കുന്നുണ്ട് അത് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണ്. അത് നമ്മൾ എത്രത്തോളം പൂ പൊഴിയുന്നോ അതിൻ്റെ എവിടെ വെച്ച് പൂ പൊഴിയുന്നോ അതിൻ്റെ 2 ഇല താഴെ വെച്ച് വേണം കട്ട് ചെയ്ത് റോസ് ബുഷാക്കി എടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഇന്ന കളർ നോക്കിയിട്ട് എല്ലാം ചെറിയ കരിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് അടുത്ത ബ്രാഞ്ചുകൾ വരും. എത്രത്തോളം ബ്രാഞ്ച് ആവുന്നു അത്രത്തോളം പൂക്കാനും ഒക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഡൈഅമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. ഡൈഅമോണിയം ഫോസ്ഫേറ്റ് ഒരു 10-12 തരി ഒരു കവറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10-12 തരി മൂട്ടിന് ദൂരെ കൂട്ടിയിട്ടിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. വെള്ളം എപ്പോൾ ഒഴിക്കുന്നു അതിന് ശേഷം കൊടുക്കുക. പിന്നെ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം എല്ലുപൊടി വേപ്പിണക്ക് ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വളം ഇട്ട് കൊടുത്ത് മേൽമണ്ണ് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷമായിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഫാക്ടംബോസ് കൊടുക്കുക. ഫാക്ടംബോസ് ഒരു 10 തരി കൊടുക്കുക. അന്നേരം മാറിയും തിരിഞ്ഞും വളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിത് സെറ്റായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. അന്നേരം ഇതൊന്നും റെക്കോർഡ് ചെയ്ത് പറയുന്നതല്ല, ഇതെല്ലാം ലൈവായിട്ട് പറഞ്ഞാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ലൈവായിട്ട് പറഞ്ഞതാണ്. അന്നേരം നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം നിങ്ങൾ ഇവിടെ കൊല്ലത്ത് വന്നവർക്കൊക്കെ അറിയാം ഇവിടെയൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ളതും അന്നേരം പുറത്തുള്ളവർക്കൊക്കെ ഇവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളതും ഒക്കെ അറിയാനായിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഒരുപാട് പ്ലാന്റുകളൊക്കെ ഉണ്ട്. അന്നേരം എല്ലാം ഓടി നടന്ന് ഇപ്പം ഈ റഷ്യൻ ഇടയ്ക്കുന്നെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മകൾ തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. അതേപോലെ തന്നെ ഇനി പെട്ടെന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത് നേരത്തെ വെച്ചിട്ടൊന്നും പറയുന്നില്ല, ലൈവായിട്ട് പറയുന്നത്. അന്നേരം ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടെ എത്താനായിട്ട് ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അന്നേരം മാക്സിമം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇത് ഞാനിപ്പോൾ പറമ്പിൽ നിന്ന്, അതായത് നമ്മൾ ഈ എക്സിബിഷൻ നടക്കുന്ന പറമ്പിൽ നിന്ന് എടുത്തിട്ട വീഡിയോ ആണ്. സദയം ക്ഷമിക്കുക. താങ്ക് യു.